ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടി സിനിമയുടെ ടീസർ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കഴിഞ്ഞ ദിവസം ടീസർ ഇറങ്ങി. പ്രതീക്ഷിച്ച അത്ര ഒരു ഗംഭീരമായില്ലെങ്കിൽ പോലും നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നു ഈ ഒരു ടീസർ വലിയ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യം. അത് ഇപ്പോൾ നേരെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനിയുള്ള സിനിമകളുടെയൊക്കെ കൂടെ ഈ ഒരു സിനിമയുടെ ടീസർ ഉണ്ടാകും. പ്രത്യേകിച്ച് ബറോസ് മോഹൻലാൽ ചിത്രത്തിൻ്റെ റിലീസിനൊപ്പം ഈ സിനിമ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇടയ്ക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും പുഷ്പ ഓടുന്ന തിയേറ്ററുകളിൽ ഡൊമിനിക് ഉണ്ടാകും എന്നുള്ളത്. നമ്മുടെ ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അത്ര വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് സിനിമയ്ക്ക് ഇല്ലെങ്കിൽ പോലും ഇതിനകത്തിൽ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാം വ്യത്യസ്തമായ ജോണറുകളിലും ഉള്ളതാണ്. ഗൗതം വാസുദേവ മേനോനാണ് സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത്. നമുക്കറിയാം ഗൗതം വാസുദേവ മേനോൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ്. ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. എന്താണേലും വലിയ പ്രകമ്പനങ്ങൾ ഒന്നും സൃഷ്ടിക്കാത്ത സാധാരണ ലെവലിൽ വരുന്ന ഒരു പക്ക ലോ കോസ്റ്റ് മോഡൽ സിനിമ തന്നെയാണ്. മമ്മൂട്ടി കമ്പനി കാശിറക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടുമേ ഇറക്കുകയുള്ളൂ നമുക്കറിയാം. അതിന് ഉദാഹരണമാണ് നൻപകൽ നേരത്ത് മയക്കം വന്നപ്പോൾ അത് ചെറിയ ഒരു അവാർഡ് പടമായിട്ട് തന്നെ വരികയും വളരെ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടി സിനിമ എന്നല്ല, ഒരു സാധാരണ ലെവലിലുള്ള ഒരു ജൂനിയർ അല്ലെങ്കിൽ ഒരു ടയർ 6ഓ 7ഓ 15ഓ 20ഓ ഒക്കെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്ന ആ എമൗണ്ട് മാത്രമാണ് ഈ സിനിമയ്ക്കായത്. അതുതന്നെയാണ് ആ സിനിമ വിജയിക്കാനുമുള്ള കാരണം. അതായത് ടോട്ടലി 10 കോടിക്ക് അടുത്ത് സിനിമ കളക്ട് ചെയ്തപ്പോൾ സിനിമയുടേതായിട്ട് വന്ന ബഡ്ജറ്റ് വെറും 2 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് ജസ്റ്റ് മുകളിൽ മാത്രമാണ് എന്നുള്ളതാണ്. മമ്മൂട്ടി തന്നെ നിർമ്മിക്കുമ്പോൾ മമ്മൂട്ടിയുടെ റെന്യൂമറേഷൻ ഒന്നും അതിനകത്തിൽ കൂട്ടാറില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു തന്നെ പറയാം. ഇവിടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് വരുമ്പോഴും 10 കോടിക്ക് താഴെ മാത്രം നിൽക്കുന്ന ഒരുപക്ഷെ 7ഓ 8ഓ കോടിയിലേക്ക് നിൽക്കാവുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമ 1ഓ 2ഓ ദിവസം കൊണ്ട് തിയേറ്ററിൽ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 50ഉം 100ഉം കോടിയൊക്കെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ സിനിമ കൊള്ളാമെങ്കിൽ തീർച്ചയായും അതിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഒരു കോമഡി രീതിയിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് തന്നെയാണ് സിനിമയെക്കുറിച്ച് കേൾക്കുന്നത്. കാത്തിരിക്കാം. ടീസർ നൽകിയ ആ ഒരു തൃപ്തികേട് സിനിമയിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. നല്ല ഒരു സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.